ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോട്ടാ. വെളുത്തുള്ളിയൊക്കെ വില കൂടുതലല്ലേ, അപ്പോൾ ഈ ചുവന്ത് അല്ലി വെളുത്തുള്ളി വാങ്ങിച്ച കേട്ടോ. പിന്നെ ഇതുണ്ട്, മുളക്, പിന്നെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, അച്ചാറുണ്ട്. മാങ്ങ കുറച്ച് ദിവസമായി അരിഞ്ഞ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. മോളുള്ളതുകൊണ്ട് ഓരോ പണികളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ മോള് പോയി. അപ്പം ഇനി അച്ചാർ ഉണ്ടാക്കട്ടെ. കുറച്ച് അച്ചാറുകളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പം അതാണ് കാര്യം, അച്ചാറുണ്ടാക്കാൻ പോവാണ്. പിന്നെ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ, നമ്മൾ ഒരു വീടുണ്ടാക്കാൻ, ചെറിയൊരു വീടുണ്ടാക്കുക ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് കുറച്ചൊന്നും കാശ് പോരാ. ഒരു 750 അല്ലെങ്കിൽ ഒരു 700 സ്ക്വയർ ഫീറ്റ് വീട് കയറ്റണമെങ്കിൽ അത്യാവശ്യം പൈസ വേണം. അതൊരു പാവപ്പെട്ടവരെ സംബന്ധിച്ചിട്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരു വീട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു 4 ലക്ഷം രൂപ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടൊന്നും ഒറ്റപ്പണി കഴിയില്ല. വാർപ്പ് കഴിഞ്ഞ് കിട്ടും, പക്ഷെ അത് അവരുടെ ഒരു കണക്കിനുള്ളത് നമുക്ക് കയറ്റാനും പറ്റുള്ളൂ. എന്നാലും അങ്ങനെ കിട്ടിയാൽ ഭാഗ്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ അത്രയൊക്കെ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരു വീട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണവർ അത്രയും കഷ്ടപ്പാടുള്ള ആൾക്കാരാവില്ല. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ ലാഭം തന്നെയാണ്. അങ്ങനെ വാർപ്പ് കഴിഞ്ഞ് കിട്ടുള്ളൂ. വാർപ്പ് വരെയാണ് പൈസക്ക് നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസ ഒരു കൂട്ടി വെക്കേണ്ടത് വാർപ്പ് വരെയാണ്. പിന്നെ നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഒരവസ്ഥ കേട്ടോ. പിന്നെ അത് പഞ്ചായത്തിൽ എഴുതി കൊടുത്ത്, ലൈഫിലൊക്കെ എഴുതി കൊടുത്തിട്ട് കാലങ്ങളായിട്ട് കാത്തിരിക്കണ ആൾക്കാരുണ്ട്. പക്ഷെ എപ്പോഴും കിട്ടാത്തവരുണ്ട്. അത് കിട്ടിയിട്ട് തന്നെ കയറ്റാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം അത് കിട്ടിയാലും മുഴുവനാക്കാൻ പറ്റാത്ത വീടുകളുണ്ട്. ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ചിലർക്ക് തന്നെ കിട്ടിയത് തന്നെ ആ വാർപ്പ് കഴിഞ്ഞ് അപ്പുറത്തെ ഓരോ വാതിലും വെച്ചിട്ട് വാടക കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്ത് തേക്കും തേമ്പും ഒന്നും ചെയ്യാതെ അതിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയണത് എന്താണെന്നറിയോ, നമ്മൾ നിർധനരായ ആൾക്കാർക്കൊരു വീട് എന്നുള്ളത് അത് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു വില കുറഞ്ഞ സ്ഥലമെങ്കിലും എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 3 സെൻറ്റേലും ഒരു സ്ഥലം വാങ്ങിയിട്ടിട്ട്, പിന്നെ അതിനകത്ത് ചെറിയ ആദ്യം തറട്ട്, അവിടുന്ന് അത് 2 കൊല്ലം കഴിഞ്ഞ് അതിന് കുറച്ച് കല്ലൊക്കെ ഇറക്കി ഒരു സൈഡ് വരെ ഉയരം ആക്കിയിട്ട്, പിന്നെ അതിന് വല്ല ഷീറ്റ് എന്തെങ്കിലും